എടി പാത്തു, ഇവിടെയാണോ കിടന്നുറങ്ങുന്നത്? നീ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? ബീ കുട്ടി നിന്റെ ഒപ്പരല്ലേ കിടന്നത്? കുട്ടിയുടെ ഇല്ലല്ലോ. പിന്നെ ഓളവിടെ പോയി? എന്താടി നത്തിനെ പോലെ നോക്കുന്നേ? വെള്ള കീറൻ ഇപ്പൊ കണ്ടുപിടിക്കേ. വെറുതെ പാട്ടാക്കണ്ട. മീച്ചിക്കാതെ വേം പോ. എന്താ മോനെ, ഈ കുട്ടി എന്തിനാ ഇടക്കിടന്ന് ഉറങ്ങാൻ സമ്മതിച്ച്? ഇനി ഞാൻ ബീവിയോട് എന്തു പറയും? വേഗം താട്ടുവാ, ഉമ്മ അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എന്താ താഴത്തൊരു ഒച്ചപ്പാട്? പാത്തു എന്തോ കണ്ട് പേടിച്ച് നിലവിളിച്ചതാ. എറമുള്ളാൻ ഈടൊക്കെ കാണും. എറമുള്ളാന് പാത്തു വെച്ച ജീവനായിരുന്നു. പക്ഷേങ്കിൽ പാത്തൂന് അവനെ വേണ്ട. ഓളാ പിരാന്തൻ്റെ പിന്നാലെ പോയി. ഓൻ പോയില്ലേ, ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? ഇപ്പം ഇങ്ങടെ പുന്നാരം നോക്കൊരുത്തനെ കൊണ്ടുവരാൻ നോക്ക്, അല്ലേ വെറുതെ നാണക്കേടാവും. അതിനിപ്പോൾ ഓക്കെന്താ പറ്റിയേ? ഓളെ പഠിപ്പ് കഴിയട്ടെ, അപ്പോഴേക്കും ആലോചിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും ഓള് കുഞ്ഞനാ. എന്നാ അവളുടെ പെരുമാറ്റം കുഞ്ഞുങ്ങളെ പോലാണോ? അതുമല്ല, ഏത് നേരത്തും കുഞ്ഞാലിയുടെ മുറിയിലാ ബീ കുട്ടി. നിങ്ങൾക്കതറിയോ? ഓരൊരുമിച്ച് എൻ്റെ മുല പിടിച്ച് വളർന്നതല്ലേ, ഓരൊരുമിച്ച് സന്തോഷമായിരിക്കട്ടെ. എനിക്കിപ്പോഴും ഓൻ്റെ കാര്യത്തിലൊരു സംശയമാണ്. എനിക്കില്ലേ ഓശാരം? ജോലി കിട്ടട്ടെ. അതിനി എന്നാ? 4-5 കൊല്ലം വേണം. അപ്പോഴേക്കും ഞാൻ മൂത്ത് നിറയ്ക്കും. അത്രയൊന്നും കാത്തിരിക്കാനുള്ള മനസ്സില്ല. ഇപ്പൊ എന്താ തരാനുള്ള ചേട്ടാ? അമ്പടി കേമി, ഇന്നലെയല്ലേ നിനക്ക് ഞാൻ ഒരു മാല തന്നത്? എന്നും ഓശാരം തരണേ ഞാൻ വല്ലയിടത്തും കക്കാൻ പോണം. എനിക്കൊരു ഓശാരം തരാൻ നീ ഇപ്പൊ കക്കാനൊന്നും പോണ്ട. ഒരു ചെറിയ സമ്മാനം മതി. അതെന്താ? ഒരു ഉമ്മ. കുഞ്ഞാലി എന്നാ പോകുന്നേ? നാളെ തന്നെ പോണം. എറമുല്ലാനിക്കാൻ്റെ അസുഖം കാരണം കുറേ ദിവസം പോയി. പരീക്ഷയും കടുത്തു. തോറ്റാ പിന്നെ ഉപ്പാൻ്റെ മുഖത്തെങ്ങനെ നോക്കും? ഈടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കോളേജ് ഒന്ന് തുറന്നാ മതിയായിരുന്നു. നാളെ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോവോ? എന്റെ കൂടെയാ? പിന്നെ ആരുടെ കൂടെയാ? നിന്നെ കൊണ്ടുപോകാൻ പുയ്യാപ്പളമാര് കാത്തു നിക്കണം എന്നാണല്ലോ കേക്കണേ. ആ പൂതി വേണ്ട. നെയ്ച്ചോറിന്റെ രുചി ഓർത്ത് വായി വെള്ളം വന്ന് കാണും. കൊതിയൻ. പൊടി. ബീക്കുട്ടി ഇനി ഉറങ്ങിയില്ലേ? കുഞ്ഞാലി പോയതിന്റെ സങ്കടമായിരിക്കും. ഓവനുടനെ വരില്ലേ, പിന്നെന്തിനാ വിഷമിക്കുന്നേ? അതൊന്നും അല്ല. ബീക്കുട്ടിയുടെ പ്രായം കഴിഞ്ഞല്ലേ എന്റെ തലയിൽ നിറച്ച്. എനിക്കറിയില്ലേ ബീക്കുട്ടിയുടെ അങ്കലാപ്പ്. ഓ പാത്തു ചാച്ച, ഞാൻ ആ കൊട്ട് കേട്ട് കിടന്നതാ. എനിക്ക് എന്റെ കഥ പറഞ്ഞതാ. ആർക്കറിയാതെ ഏതാന്ന്. ബീക്കുട്ടി കിടന്നുറങ്ങ. ഒരു കഥ പറഞ്ഞാലേ ഞാൻ ഉറങ്ങൂ. പണ്ടൊരു രാജകുമാരി ഉണ്ടായിരുന്നു. പെരുത്ത സുന്ദരി. ഓളെ കെട്ടാൻ ആശിച്ച് രാജകുമാരന്മാര് കാത്തു കിടന്നു. പക്ഷെ ഓ കാര്യം പിടിച്ചില്ല. രാജാവ് വിഷമത്തിലായി. രാജകുമാരിയെ വിളിച്ചു വരുത്തി രാജാവ് ചോദിച്ച്, എന്താ മോളെ അനക്കാരെ ഇഷ്ടപ്പെടാത്ത?
ഇഷ്ടപ്പെട്ടത് ആരായാലും പറഞ്ഞോ, വിവാഹം ചെയ്തു തരാം. ഇത് കേട്ട രാജകുമാരി പറഞ്ഞ്, എനിക്കൊരു ജിന്നിനെ മതി. കേട്ടയുടൻ ഭടന്മാരുടെ നേർക്ക് തിരിഞ്ഞ് രാജാവ് അലറി, കൊണ്ടുവരൂ ഒരു ജിന്നിനെ. എന്നിട്ട് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ രാജാവ് പറഞ്ഞു, വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. രാജകുമാരിയുടെ വിവാഹം കേമായിട്ട് നടന്നു. ആദ്യ രാത്രിയിൽ രാജകുമാരിയുടെ ഭർത്താവ് ഉറങ്ങിപ്പോയി. രാജകുമാരിക്കാണെങ്കിൽ ഉറക്കം വന്നുമില്ല. ഓള് കണ്ണും മിഴിച്ച് നോക്കിക്കിടന്നു. അപ്പോഴാ കിളിവാതിൽ താനെ തുറക്കുന്നു. രാജകുമാരി സൂക്ഷിച്ചങ്ങോട്ട് നോക്കി. ആരാ കിളിവാതിക്കലെന്നാ ബീക്കുട്ടി വിചാരിച്ച? ഒരു ജിന്ന്. കണ്ണ് തിരുമ്മി ഓൾ ഒന്നുകൂടി നോക്കി. സംശയമില്ല, ജിന്ന് തന്നെ. ജിന്ന് രാജകുമാരി അടുത്തേക്ക് വിളിച്ചു. ഓള് മണവാളിനെ നോക്കി. രാജകുമാരൻ നല്ല ഉറക്കം. ഓള് പതുക്കെ എണീറ്റ് കിളിവാതുക്കലേക്ക് ചെന്നു. അടുത്തെത്തിയ രാജകുമാരിയെ ജിന്ന് ഒറ്റ വലിക്ക് കിളിവാതുക്കലൂടെ മുറുക്കി പുറത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് നിലാവ് വീണ് കിടന്ന വഴിയിലേക്ക് രാജകുമാരിയുടെ കൂടെ ജിന്നും ചാടി. രാവിലെ രാജകുമാരിയുടെ ഭർത്താവ് എണീറ്റ് നോക്കുമ്പോൾ രാജകുമാരി കട്ടിലില്ല. രാജകുമാരി അന്വേഷിച്ച ആൾക്കാർ 4 പാടും പാഞ്ഞു. ആരും രാജകുമാരിയെ കണ്ടില്ല. പക്ഷെ രാജകുമാരി കടപ്പുറത്തെ പൂഴിപ്പരപ്പിലൊരു സ്വർണ്ണ മത്സ്യമായി ആരും കാണാതെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടെന്താ, രാജകുമാരിയെ ഖബറടക്കി. ആരാ രാജകുമാരിയെ കൊന്നേ? ജിന്നുകൾക്ക് സുന്ദരിമാരെ ഉമ്മ വെച്ച് കൊല്ലുന്നതാ ഇഷ്ടം. ചിലപ്പോൾ ജിന്നായിരിക്കും. ജിന്നുകൾ എങ്ങനെ ഉമ്മ വെച്ച് കൊല്ലുന്നേ? നിങ്ങളിപ്പോൾ കടയടച്ച് പറയപ്പൊയ്ക്കൊള്ളി. നിങ്ങളുടെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം എതിരൊന്നും പറയണ്ട. ഓരത് പൊളിച്ചോ? അപ്പോൾ ഒരു കോടതി പറഞ്ഞൊക്കെ വെറുതെ. ഇപ്പം എല്ലാവരും എല്ലാം വീട്ടിൽ ഇരുന്ന് കാണുകയല്ലേ, താമസിക്കണ്ട. തങ്ങളെ പുരയെ കൊണ്ടാക്ക്. നിങ്ങൾ ബേജാറാവണ്ട. ഈടെ കുഴപ്പമുണ്ടാകാൻ നമ്മൾ നോക്കണം.
എനിക്ക് ദന്തിന്റെ കേടാൻ തിരിയുന്നില്ല. നിങ്ങൾ ഉറക്കൊഴിച്ച വീടെല്ലാം നേരെയാവോ? ഈ മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തട്ടലും മുട്ടലും കളിക്കാതെ നിങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങ്. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഈടന്നുറങ്ങിക്കോ, ഞാൻ പിന്നെ കിടന്നോളാം. ബി കുട്ടിയോട് നാളെ കോളേജിൽ പോകണ്ടെന്ന് പറ. ഓക്ക് നിങ്ങളുടെ സ്വഭാവമല്ലേ, പറഞ്ഞാൽ കേൾക്കൂല. പോരാത്തേനോളാ അരുവാ കത്തിക്കാരുടെ കൂടെയാ. ഓളെ പിന്നെയും പിടിച്ച് ഈടെരുത്താം. നിങ്ങളെന്താ ചെയ്യുക? നിങ്ങൾ നാളെ പുറത്തെങ്ങും പോണ്ട, ഈടെ കുത്തിരുന്നാൽ മതി. വീട്ടിൽ ഇരിക്കുന്നവർക്കും സമാധാനം ഉണ്ടാവുമല്ലോ. അമ്പലത്തിനടുത്ത് അസമയത്ത് കണ്ടുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നതാ. സമയം ഇതായി പോയില്ലേ? പിന്നെ ചോദിച്ചൊന്നും ശരിയായ ഉത്തരവും പറഞ്ഞില്ല. ആടങ്ങനെ പള്ളി അമ്പലമൊന്നും വ്യത്യാസമില്ല. ഓൻ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുന്നതാണ്. പിന്നെ ലേശം ബുദ്ധിക്കുറവുണ്ട്. അറക്ക പണ്ടൊരു കുതിര ഉണ്ടായിരുന്നു. അതിനെ നോക്കാൻ ഓനാടാ പറഞ്ഞേ. കുതിര ചത്ത പിന്നെ അതിനെ അന്വേഷിച്ച് അടക്കല രാവകല് പണി. പാവം, ഓനെ ഉപദ്രവിക്കണ്ടായിരുന്നു. ഇന്നലെ കൊണ്ടുവന്ന് സാഹിബിനും ഇറക്കി വിടും. ഓനെ കൂട്ടാനാ തങ്ങൾ വന്നിരിക്കുന്നത്. ഈടെ കിടന്നിരുന്നാൽ ഇതൊക്കെ വരൂ. രാത്രിയിൽ ചുറ്റിത്തിരിയണ്ടെന്ന് എത്ര പറഞ്ഞതാ, കേട്ടിട്ട് വേണ്ടേ? പോലീസുകാർ അതിരുമാനിക്ക് എങ്ങനെ പിടിച്ചേ? ഞാൻ അറക്കലമ്പലത്തിന്റെ പറമ്പിലൂടെ നടന്നതാ. പെട്ടെന്നൊരു പോലീസുകാരൻ മുമ്പിലോട്ട് ചാടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഏടെ പോന്നടാ നായിന്റെ മോനെ? ഞാൻ പേടിച്ചു പോയി. ഒരു വീട്ടിൽ ചോദിച്ചു, എന്താ എന്റെ പേര്? ഞാൻ പേര് പറഞ്ഞു. അപ്പാ ഒരു പറയാ, നീ അമ്പലം പൊളിക്കാൻ നിനക്കുന്ന കൂടെയല്ലേ കേറുവണ്ടിയിലെന്ന് എന്ന് പറഞ്ഞോണ്ട് എന്റെ അടിയോടടി. ഓരോടും ഞാൻ പറഞ്ഞതാ, നായിന്റെ കുയിരനെ നോക്കി വന്നതാന്ന്. അപ്പൊ ഓര് പറയാ, അമ്പലത്തിലാണോടാ കുയിരാന്ന്. എന്നിട്ട് പിന്നെ അടിച്ചു. പടച്ചോനെ, കുറി അങ്ങനെ ചെറുതായിട്ടൊന്നും കാണരുത്. കുട്ടിത്തിരിപ്പുകാർ കുറെ ഏറെയാ. അത് പിന്നെ മുന്നേ കൊല്ലങ്ങളിലും ഉണ്ടാകാറില്ലേ. നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങ് നിന്നാൽ മതി. കൂടുതൽ മുൻകരുതലെടുക്കുമ്പോഴാ ഓർക്കും സംശയം തോന്നുക. എല്ലാം പതിവ് പ്രകാരം നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പോരെന്നാ കമ്മിറ്റിക്കാർ ചിലർ പറയുന്നത്. ആനക്കും താലപ്പൊലിക്കാർ പെണ്ണുങ്ങൾക്കൊക്കെ പള്ളിയുടെ മുമ്പ് കൂടെ നടന്നു